ഇന്നൊരു പ്രത്യേക സ്പെഷ്യലാണ് കേട്ടാ. സ്പെഷ്യലൊന്നും ഉണ്ടായിട്ടില്ല. അപ്പൊ ഇന്ന് എന്താ പറയുക, ഇന്ന് കുടുംബശ്രീയുടെ ഇതിൽ ഒരു സർവേന്റെ ഡ്യൂട്ടി കിട്ടിയെന്നിട്ടാ. എനിക്കും വേറൊരു ഒരു ഫ്രണ്ടിനും കൂടി. അപ്പൊ ഞങ്ങൾ രണ്ടാളും സർവേക്ക് വേണ്ടിയിട്ട് രാവിലെ 10 മണിക്ക് മക്കളെ സ്കൂൾ വിട്ടിട്ട് അങ്ങോട്ട് ഓടിയതായിരുന്നു കേട്ടോ, പോയതായിരുന്നു. അപ്പം 2:30-3 മണിയൊക്കെ പെരേക്ക് മടങ്ങിയെത്തിയപ്പോട്ടാ. അപ്പം ഇന്ന് അതും കഴിഞ്ഞ് അവിടെ വന്നിട്ട് കൊയങ്ങ അങ്ങോട്ട് കിടന്നതാണ്. ചായക്കടി ഉണ്ടാക്കാനും നോമ്പല്ലേ, നോമ്പർക്കും എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കണ്ടേ. അപ്പൊ ആകെ ഒരു കൊയക്കും ക്ഷീണിയും തലവേദനയും ഒക്കെ പാടായിട്ടൊരു കഥ കേട്ടാ. അപ്പൊ ഞാൻ കയറി പറഞ്ഞ ഇന്നക്ക് ചായക്കടി ഉണ്ടാക്കാൻ വേണ്ടി പൊറാട്ട കൊണ്ടുപോയിന്ന് പറഞ്ഞു. അതില് പൊറോട്ട കൊണ്ടുവരാറിന് അവിടെ പോയതാണ്. ആള് വന്നപ്പോൾ കൊണ്ടുവന്നിരിക്കുന്നത് സ്പെഷ്യൽ നിങ്ങൾ കണ്ടില്ലേ, കുഴിമന്തിയാണ് കേട്ടാ. അപ്പൊ ഒരുപാട് സന്തോഷം. കുട്ടികൾക്കാണെങ്കിൽ ഭയങ്കര ഹാപ്പി, എനിക്കാണെങ്കിൽ അതിലേറെ സന്തോഷം. ഞാൻ പിന്നെ അവിടെ കിടന്ന് ഇപ്പൊ നോമ്പറക്കാനായപ്പോ ഇങ്ങനെ നീച്ചു വരികയാണ്. അപ്പൊ നമുക്കൊരു ഇടയ്ക്കൊക്കെ നമുക്കും വേണ്ടി റെസ്റ്റ് അല്ലേ, ഈ ഫ്രീ ആയിട്ടിരുന്ന് നോമ്പറക്കാന് ഒരു പുതിയല്ലേ. അപ്പോൾ ഏതായാലും സർപ്രൈസ് ആയിട്ട് കിട്ടിയ സന്തോഷം ആണ്. അപ്പോൾ കുട്ടികളൊക്കെ ഭയങ്കര ഹാപ്പിയാണ്, എല്ലാവർക്കും സന്തോഷം. കുഴിമന്തി എന്ന് കണ്ടപ്പോൾ അവിടെ തുള്ളി ചാടി തുടങ്ങിയിട്ടാ. അപ്പോൾ ഇതാ ഗൈസ്, ഇന്ന് അതുകൊണ്ട് പൊരിയും കാര്യങ്ങളൊന്നും ഞാൻ ഉണ്ടാക്കിയില്ല. ഇന്ന് വെജാണ്ട് കിടക്കിയിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ പൊരി ഒന്നും ഉണ്ടാക്കിയില്ല കേട്ടോ. ആദ്യമേ പൊരി ഒന്നും ഉണ്ടാക്കിയിട്ടില്ല. ഫ്രൂട്ട്സും പിന്നെ മന്തിയൊക്കെ കൊണ്ടുവന്ന് ഫ്രൂട്ട്സ് അതൊക്കെ കട്ട് ചെയ്തേക്കണ്. നാരങ്ങ വെള്ളം ഇപ്രാവശ്യം നോമ്പിന് ഉണ്ടാക്കിയിട്ടില്ല. അപ്പോൾ നാരങ്ങ വെള്ളം അവിടെ കലക്കി. അപ്പോൾ അതൊക്കെയാണ് കേട്ടോ അന്നത്തെ നോമ്പിൻ്റെ സ്പെഷ്യൽ എന്നുള്ളത്. എല്ലാവർക്കും വെള്ളക്കായ നോമ്പ് പറക്കാൻ ആവണുള്ളൂ. കുഴിമന്തി കണ്ടിട്ടാ മുന്നിൽ വന്നിരിക്കണ്ടേ. ഇതാ ഗൈസ് എല്ലാം ഇവിടെ സെറ്റ് ആയിട്ടുണ്ട്. അച്ഛാ അച്ഛാ വാ, നോമ്പറക്കാൻ അയക്കണോ, വാ നോമ്പറക്കാൻ അയക്കണോ. വാങ്ങ വാ. ഇന്ന് പൊരിയൊന്നുമില്ല കേട്ടോ അച്ഛാ. ഓക്കെ അച്ഛന് വെറും അച്ഛനാണ് ആടാ. എനിക്കെന്നെ കാലേ വാങ്ങൊടുത്ത് ഇന്ന് പൊരിയും കറികളൊന്നും ഉണ്ടാക്കാത്തോണ്ട് തന്നെ എല്ലാരും ചോറ് അപ്പൊ തന്നെ വെച്ച് നോമ്പറന്നേക്കാൻ എല്ലാരും ചോറിന്ന്. മറ്റേത് പൊരി നിന്നുകാണ്ടാണ്ട് കുഴങ്ങി തളർന്നങ്ങോട്ട് പോകും, ചായക്കടിയും ഒക്കെ ബാക്കിയാവും. ഇന്നിതാ എല്ലാരും ചോറ് ഒരുമിച്ച് അങ്ങോട്ട് നോമ്പറന്നേക്കനെ തിന്ന്.